യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവകൃപയാൽ കഴിഞ്ഞ 45 വർഷങ്ങളായി പ്രവചന സംബന്ധമായ വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. 1972 രക്ഷിക്കപ്പെട്ട ശേഷം 1979 വരെ ജോലിയിൽ തുടരുവാൻ ഇടയായി. ദൈവവിളി മാനിച്ച് ജോലി അപേക്ഷിച്ച് ബൈബിൾ കോളേജിൽ പഠനം ആരംഭിച്ചു. 1981 മുതൽ സജീവമായി കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. പ്രവചനങ്ങളിൽ ശ്രദ്ധ ധരിപ്പാൻ ആ കാലഘട്ടം മുതലേ ദൈവം ഇടയാക്കി. ലോകരാജ്യങ്ങളിൽ ഇന്ന് അനേക മാറ്റങ്ങൾ നടക്കുകയാണ്. ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് ആരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ബൈബിൾ എന്ന ഗ്രന്ഥം ലോകം എവിടേക്ക് പോകുന്നു എന്ന് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 10 കൊമ്പും 7 തലയുള്ള മൃഗത്തെക്കുറിച്ചുള്ള പ്രവചന സന്ദേശം ലോക ചരിത്ര ഭാവി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് അറിവ് തരുന്നുണ്ട്. കഴിഞ്ഞുപോയ ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. ബൈബിൾ പ്രവചനങ്ങളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ചരിത്രവുമായിട്ട് നമ്മൾ തട്ടിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഹന്നാൻ കണ്ടതായി പറഞ്ഞിരിക്കുന്നു. ആ മൃഗത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൃഗം ആരാണെന്ന് കൂടുതൽ വ്യക്തമായി പഠിക്കുവാൻ പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതായിട്ടുണ്ട്. സാമ്രാജ്യങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനം. അതിലെ 2, 7, 8 അധ്യായങ്ങളിൽ പ്രത്യേകാൽ അവയെക്കുറിച്ച് കാണാൻ കഴിയും. അതിൽ 7-ാം അധ്യായത്തിൽ 4 മൃഗങ്ങളെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ ദർശിക്കുന്നുണ്ട്. അവയുടെ വ്യാഖ്യാനവും അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ പ്രകാരം ബാബിലോന്യ സാമ്രാജ്യം, മേദ്യ-പേർഷ്യ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോമ സാമ്രാജ്യം എന്നിവ ലോക ചരിത്രത്തിൽ വരികയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വന്ന റോമ സാമ്രാജ്യം BC 168 മുതൽ AD 476 വരെ നിലനിന്നിരുന്നു. BC 168 നടന്ന മാസിഡോണിയൻ യുദ്ധത്തിൽ റോമിന് വൻ വിജയം ലഭിക്കുകയുണ്ടായി. AD 476 റോമൻ സാമ്രാജ്യത്തിലെ അവസാന രാജാവായ റോമുലസ് ഭരണത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെയും റോമ സാമ്രാജ്യം മാളത്തിലേക്ക് ഒളിച്ചിരിക്കുകയാണ്. പറയപ്പെട്ട സാമ്രാജ്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. മൃഗത്തിന് ഇരുമ്പിൽ നിർമ്മിതമായ പല്ലും ഭയങ്കരമായ രൂപവും ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെയും മറ്റെല്ലാവരെയും തകർത്തെറിഞ്ഞ അവരുടെ അധിനിവേശത്തെയും ഇത് കാണിക്കുകയാണ്. ഈ ഘോരമൃഗത്തിന് 10 കൊമ്പുകൾ ഉള്ളതായും അവയുടെ ഇടയിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നതായും അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ 10 കൊമ്പുകളുടെയും അതിൽ നിന്ന് മുളച്ചു വന്ന ചെറിയ കൊമ്പിൻ്റെയും പ്രവചന നിവൃത്തി ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഭാവിയിൽ ഇത് പുനരുദ്ധരിക്കപ്പെടുന്ന റോമ സാമ്രാജ്യത്തിൽ നിറവേറുന്നതാണ്. പ്രാവചനീയമായി ഈ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരെയും അവരുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്ന ചെറിയ കൊമ്പ്, അവയുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്ന ചെറിയ കൊമ്പ് ഇസ്രായേലിൻ്റെ ഭാവികാല ശത്രു എതിർ ക്രിസ്തുവിനെയുമാണ് കാണിക്കുന്നത്. അതുപോലെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ബിംബത്തിൻ്റെ പ്രവചന വ്യാഖ്യാനവും മേൽപ്പറഞ്ഞ 4 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ളതാണ്. എന്നാൽ അവിടെയും പറയപ്പെട്ടിരിക്കുന്ന ബിംബം അവസാനിക്കുന്നത് കാലിലെ 10 വിരലുകളിലാണ്. ഈ വിരലുകളുടെ പ്രവചനം ഇനി നിറവേറാൻ അവശേഷിക്കുന്നവയാണ്. മേൽപ്പറയപ്പെട്ട 2 അധ്യായങ്ങളിലെ പ്രവചനങ്ങൾ ഒരേ സത്യമാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിൽ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റനെയും പിന്നീട് കടന്നു വന്ന ഒറ്റക്കൊമ്പുള്ള ഒരു കോലാട്ടുകൊറ്റനെ കുറിച്ചും ഉള്ള ദർശനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 2-ാം സാമ്രാജ്യമായ മേദ്യ-പേർഷ്യയിലെ ദാര്യാവേശ് 3-ാമനെയാണ് 2 കൊമ്പുള്ള ഈ കോലാട് സൂചിപ്പിക്കുന്നത്. ഒറ്റക്കൊമ്പുള്ള ആട്ടുകൊറ്റൻ ഗ്രീസിനെയും അതിലെ സാമ്രാട്ടായ മഹാനായ അലക്സാണ്ടറിനെയും കാണിക്കുന്നതാണ്. ഈ കൊമ്പ് വേഗത്തിൽ ഒടിഞ്ഞു പോവുകയും അതിൽ നിന്ന് 4 കൊമ്പുകൾ ഉരുത്തിരിയുകയും ചെയ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ടറിൻ്റെ മരണവും രാജ്യം 4ആയി
വിഭജിക്കപ്പെട്ടതിനെയാണ് കാണിക്കുന്നത്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന 4 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നത് സിറിയാക്കാരനായ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കാണിക്കുന്നതാണ്. ഈ ചെറിയ കൊമ്പ് BC 168 മുതൽ 164 വരെ ഇസ്രായേലിൻ്റെ ഏറ്റവും ബദ്ധശത്രുവായി പ്രവർത്തിച്ചതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഈ ചെറിയ കൊമ്പ് അവരുടെ ഭൂതകാല ശത്രു എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പ്രവചനപരമായ റോമാ സാമ്രാജ്യം ഇനിയും പുനരുദ്ധരിക്കപ്പെട്ട് വരുന്നതിനെയാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഹന്നാൻ കണ്ടത് മേൽ പറയപ്പെട്ട ചെറിയ കൊമ്പിൻ്റെ നിവൃത്തിയാണ്. സമുദ്രം എന്നത് അക്ഷരാർത്ഥത്തിൽ മെഡിറ്ററേനിയൻ കടലിനെ സൂചിപ്പിക്കുമ്പോൾ തന്നെ അത് പ്രവചനാർത്ഥത്തിൽ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. മൃഗത്തിൽ കാണുന്ന 10 കൊമ്പുകൾ 10 രാജാക്കന്മാരെ കുറിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 17-12 പറഞ്ഞിട്ടുണ്ട്. മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. ഇത് ദാനിയേൽ പുസ്തകത്തിലെ മറ്റു 3 മൃഗങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന സിംഹം ബാബിലോന്യ സാമ്രാജ്യത്തെയും കരടി മേദ്യപേർഷ്യ സാമ്രാജ്യത്തെയും പുള്ളിപ്പുലി ഗ്രീസ് സാമ്രാജ്യത്തെയുമാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം പുനരുദ്ധരിക്കപ്പെടുന്ന റോമാ സാമ്രാജ്യം മേൽ പറയപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാ ഭാഗമായിരിക്കാമെന്ന സൂചനകളാണ്. തന്നെയുമല്ല, മൃഗത്തിൽ കാണുന്ന 7 തലകൾ ശക്തരായ 7 ജാതീയ രാജ്യങ്ങൾ മൃഗത്തിനൊപ്പം എതിർക്രിസ്തുവിനൊപ്പം ഉണ്ടായിരിക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. 10 രാജ്യങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് 3 ശക്തികളെ പരാജയപ്പെടുത്തുമെന്നും ദാനിയേൽ 7:24 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന മൃഗം ബൈബിൾ ഭാഷയിൽ എതിർക്രിസ്തുവിനെയാണ് കുറിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തോടുകൂടിയാണ് എതിർക്രിസ്തുവിൻ്റെ പ്രവേശനം കാണുന്നത്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സഭ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും തന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് അനുദിനം മാറുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേൾഡ് റൂളർ മാത്രമേ അത് നിയന്ത്രിക്കാൻ സാധ്യമാകൂ എന്ന് ലോകം ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള യൂറോപ്യൻ യൂണിയനോ ഐക്യരാഷ്ട്ര സംഘടനയോ എതിർക്രിസ്തുവിന് ഈ അധികാരം നൽകുമെന്ന് അനേകർ വിശ്വസിക്കുന്നുണ്ട്. എതിർക്രിസ്തു ലോക രാജ്യം മുഴുവൻ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. അതായത് ഏക ഭരണം, ഏക സാമ്പത്തിക വ്യവസ്ഥിതി, ഏക മതം എന്നതായിരിക്കും താൻ സ്വീകരിക്കുന്ന നയം. ഈ നയം ഇപ്പോൾ ലോകത്തിൽ മത രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയമാണ്. ഒരു ശീതയുദ്ധ സമീപനത്തോടെ രാജ്യങ്ങളെ നയപരമായി പിടിച്ചെടുക്കുക എന്നതായിരിക്കും എതിർക്രിസ്തു ആദ്യം ചെയ്യുന്നത്. ദാനിയേൽ പ്രവചനം 9:27 പ്രവചനപ്രകാരം ഇസ്രായേലുമായി 7 വർഷത്തെ ഉടമ്പടി അവനുണ്ടാക്കുന്നതാണ്. മിക്കവാറും മധ്യപൂർവ്വ ദേശത്ത്, മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഈ ഉടമ്പടി. TV-യിലെ കോമഡി ഷോയിൽ ഒരാൾ മറ്റൊരാളുടെ വേഷം കെട്ടുന്നത് പോലെ എതിർക്രിസ്തു സാക്ഷാൽ ക്രിസ്തുവിനെ അനുകരിച്ച് പ്രവർത്തിക്കും. ഇസ്രായേലും ഇപ്പോൾ തങ്ങളുടെ വാഗ്ദത്ത മെസ്സിയെക്കുറിച്ചുള്ള കാത്തിരിപ്പിലാണ്. എക്കാലത്തും ഒരു പൊളിറ്റിക്കൽ മെസ്സിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർ വച്ചു പുലർത്തുന്നതിനാൽ അവർക്ക് തെറ്റുപറ്റി എതിർക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. 3.5 വർഷം അങ്ങനെ 7 വർഷം തൻ്റെ ഭരണകാലഘട്ടമായിരിക്കുമെന്ന് ദാനിയേൽ 7:25, വെളിപ്പാട് 12:6, 13:5 എന്നീ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തൻ്റെ ഭരണത്തിൻ്റെ 3.5 വർഷം കഴിയുമ്പോൾ അതിശക്തനായ ഒരു ഏകാധിപതിയായി താൻ എഴുന്നേറ്റ് വരുന്നതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടി 3.5 വർഷം കഴിയുമ്പോൾ എതിർക്രിസ്തു ലംഘിക്കുമെന്ന് ദാനിയേൽ 9:27 പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള 3.5 വർഷം ഇസ്രായേലിൻ്റെ ബദ്ധശത്രുവായി താൻ പ്രവർത്തിക്കുന്നതാണ്. മഹോദര കാലത്തിലെ ഇസ്രായേലിനെ തുടച്ചു മാറ്റാൻ സാത്താൻ്റെ ആത്മാവിനാൽ അവർ വീണ്ടും പരിശ്രമിക്കുന്ന കാര്യമാണ് വെളിപ്പാട് 12 നക്ഷത്രധാരിയായ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം.
ഇതിനെക്കുറിച്ചുള്ള എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതും നിങ്ങൾ കാണുക. ഇനി വരുന്ന വീഡിയോകളും കാണാൻ അത് നിങ്ങൾക്ക് എളുപ്പമാകും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന ഒരു വേശ്യാസ്ത്രീ ഈ മൃഗത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതായും പറഞ്ഞിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു വേശ്യാസ്ത്രീ എന്നതിലുപരി ബാബിലോന്യ മതത്താൽ ലോകത്തിലെ മറ്റു മതങ്ങളിലേക്ക് പരന്നിട്ടുള്ള ദുരുപദേശത്തെയും അവളുടെ പ്രവൃത്തിയുമാണ് അർത്ഥമാക്കുന്നത്. അത് ക്രൈസ്തവ മതമണ്ഡലത്തിലും പരന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ മതങ്ങളെല്ലാം ചേർന്ന് ഒരു അഖില ലോക മതസഭ, വേൾഡ് റിലീജിയസ് സിസ്റ്റം എതിർ ക്രിസ്തുവിനെ അധികാരത്തിലേറ്റാൻ 10 രാജ്യങ്ങളോടൊപ്പം സഹായിക്കുന്നതാണ്. ഇവരുടെ മേൽക്കോയ്മ ആദ്യഘട്ടത്തിൽ എതിർ ക്രിസ്തുവിന്മേൽ ഉണ്ടായിരിക്കുമെങ്കിലും പിന്നീട് അവളെ മൃഗം താഴെ ഇടുമെന്ന് വെളിപ്പാട് 17-14 പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവളുടെ മേൽക്കോയ്മ ഇല്ലാതെ ഒടുവിലത്തെ 3.5 വർഷം എതിർ ക്രിസ്തുവും കൂട്ടരും തങ്ങളുടെ ഏകാധിപത്യ ഭരണം നടത്തുന്നതാണ്. സാത്താനാൽ ശക്തീകരിക്കപ്പെട്ട എതിർ ക്രിസ്തു അധിക ശക്തിയോടെ അധികാരം നടത്താൻ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് വെളിപ്പാട് 13 കാണുന്നത്. ഇതുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത വികട ഹൃദയമുള്ള ഒരുവനായിട്ടാണ് വചനം അവനെക്കുറിച്ച് പറയുന്നത്. അവൻ അത്യുന്നതിന് വിരോധമായി സംസാരിക്കുമെന്നും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയെന്നും ദാനിയേൽ 7:25, 11:36 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് 11:1 നിന്നും ഗ്രഹിക്കാവുന്നതാണ്. ദാനിയേൽ 11:31 പ്രവചനപ്രകാരം ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ അതിൽ താൻ പ്രതിഷ്ഠിക്കുന്നതാണ്. തന്നെയുമല്ല 2 തെസ്സലോനിക്കർ 2:6-7 വചനപ്രകാരം ആ ദേവാലയത്തിൽ താൻ ദൈവമായി നടിച്ചിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ഒരു സംയോജിത മനുഷ്യനായി പ്രതിനിധാനം ചെയ്യുന്ന ആളായിരിക്കും എതിർ ക്രിസ്തു എന്ന് വചനപ്രകാരം നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവനൊരു ബൗദ്ധിക പ്രതിഭയായിരിക്കുമെന്നും അവനൊരു വാഗ്മി പ്രതിഭയായിരിക്കുമെന്നും ഒരു രാഷ്ട്രീയ പ്രതിഭയായിരിക്കുമെന്നും വാണിജ്യ പ്രതിഭയായിരിക്കുമെന്നും ഒരു സൈനിക പ്രതിഭയായിരിക്കുമെന്നും അതുപോലെ ഒരു മതപ്രതിഭയായിരിക്കുമെന്നും വചനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ഇതിന് ആധാരമായ വചനങ്ങൾ ദാനിയേൽ 8:23, ദാനിയേൽ 11:36, വെളിപ്പാട് 17:11-12, വെളിപ്പാട് 13:16, ദാനിയേൽ 11:43, വെളിപ്പാട് 6:2, 13:2, വെളിപ്പാട് 13:8, 8, വെളിപ്പാട് 13:8, 2 തെസ്സലോനിക്കർ 2:4 എന്നിവയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഉപായത്താലും ചതിയാലും അവൻ കാര്യം നേടുന്നതാണ്. 22 പ്രാവശ്യം അവനെക്കുറിച്ച് ചതിയൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എതിർ ക്രിസ്തുവിന് സഹായിയായി മറ്റൊരു മൃഗം അഥവാ അവൻ്റെ കൂട്ടാളിയായ കള്ളപ്രവാചകൻ പ്രവർത്തിക്കുന്നതാണെന്ന് ബൈബിളിൽ കാണുന്നു. അനേക അത്ഭുതങ്ങൾ ചെയ്ത് ഇയാൾ അനേകരെ എതിർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13:11 മുതൽ 17 വരെ വായിച്ചാൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് യേശുവിനെ ഇപ്പോൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുവോ അതുപോലെ പൈശാചിക തൃത്വത്തിലെ ഈ മൂന്നാമൻ എതിർ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കും. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര 666 ആണെന്ന് വെളിപ്പാട് 13:18 പറഞ്ഞിരിക്കുന്നു. ഈ സംഖ്യ ഇപ്പോൾ തന്നെ ലോകത്തിൽ നിലവിലുണ്ട്. മനുഷ്യൻ്റെ പേരിനേക്കാൾ അവരുടെ ഐഡൻറ്റിറ്റി സംഖ്യ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് മനുഷ്യൻ്റെ നെറ്റിയിലോ കൈമേലോ മുദ്രണം ചെയ്ത് സർവ്വവ്യാപകമായി സകല സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ സമയത്തായിരിക്കും. 666 എന്നതൊരു പൈശാചിക സംഖ്യയാണ്. ഗ്രീക്ക് ഭാഷയിൽ എല്ലാ അക്ഷരങ്ങൾക്കും ഒരേ അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ഒന്നാമത്തെ ലെറ്ററായ ആൽഫ 1 രണ്ടാമത്തെ ലെറ്ററായ ബീറ്റ 2 കണക്കാക്കുന്നു. ഈ നിലയിൽ കണക്കാക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ പേരിനോട് 666 എന്ന സംഖ്യ ഒത്തുവരുന്നതായി വിദഗ്ധന്മാർ ഇതിനോടകം കണക്കാക്കിയിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെയായാലും ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സാത്താൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയായ അഥവാ മാസ്റ്റർ പീസായ എതിർ ക്രിസ്തുവിന് മനുഷ്യൻ്റെ നിഴൽ സംഖ്യയായ 6 ഒതുങ്ങാനേ സാധ്യമാകുകയുള്ളൂ.
കാരണം യേശുവിൻ്റെ ദിവ്യത്വ നിഴലായ സംഖ്യയാണ് 7. അവൻ ക്രിസ്തുവിൻ്റെ അവൻ എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ എതിർ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ എത്ര വേഷം കെട്ടിയാലും ക്രിസ്തുവിന് താഴെ മാത്രം അവനായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തന്നെയുമല്ല, മനുഷ്യകുലത്തിൽ ആദ്യമായി ഗന്ധകവും തീയും കത്തുന്ന തീപ്പൊയ്കയിൽ യേശു തള്ളിയിടുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണെന്ന് വെളിപ്പാട് 19:20 പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സാത്താൻ്റെ ഭരണം എതിർ ക്രിസ്തുവിൻ്റെ നാശത്തോടെ അന്ത്യം കുറിക്കുന്നതാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ദർശനത്തിൽ അതിൽ കാണുന്ന പ്രതിമയെ കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് അടിച്ചു തകർക്കുകയും അത് ധൂളിയായി പോവുകയും ആ കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നതായും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമായി ദാനിയേൽ 2:24 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്നാണ്. ഇത് വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തെ കാണിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകരാജ്യങ്ങളെല്ലാം അസ്തമിക്കുകയും ക്രിസ്തുവിൻ്റെ നീതിയും സമാധാനവുമുള്ള ഭരണം ലോകത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ്. ആ ഭരണം അത് നിത്യയോളം നിലനിൽക്കുന്നതുമായിരിക്കും. ആ രാജ്യത്തിൽ പ്രവേശിക്കുന്നവർ തികച്ചും ഭാഗ്യമുള്ളവരാണ്. പ്രിയമുള്ളവരെ, അതിനായി നിങ്ങൾ വാസ്തവമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടോ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിനുള്ള തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.